ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വട്ടവട പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ്. ഇതിങ്ങനെ ആധികാരികമായിട്ടൊന്നും പറയുന്നതല്ല. ഞാൻ കുറച്ച് നാൾ പോയതിൻ്റെയും കുറച്ച് നാൾ സ്റ്റേ ചെയ്തതിൻ്റെയും ഒക്കെ ഒരു എക്സ്പീരിയൻസിൽ നിന്നും കിട്ടിയതും അവിടുത്തെ ആളുകളുടെ അടുത്ത് സംസാരിച്ചതിൽ കിട്ടിയ കുറച്ച് ഡീറ്റെയിൽസും ഡാറ്റാസൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. ഞാൻ ഇതിനു മുന്നേയും വട്ടവടത്തെ പല റിസോർട്ടുകളെ കുറിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, മൂന്നാർ വ്ളോഗുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് ഈ റിസോർട്ടിനെ ബുക്ക് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ നമ്പറാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് സൈഡിൽ വർക്ക് ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് അതിൽ വിളിച്ചിട്ട് എന്നോട് ഒത്തിരി ഡൗട്ട്സ് ചോദിക്കാറുണ്ട്. അത് പ്രത്യേകിച്ച് പെൺകുട്ടികൾ മാത്രം പോകുമ്പോൾ അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് പോകുമ്പോൾ അവരുടെയൊക്കെ ഓരോരുത്തരുടെ ആവശ്യങ്ങൾ പല പല രീതിയിലാണല്ലോ. അപ്പോൾ അവർക്കൊക്കെ സംശയം, ഇപ്പോൾ വട്ടവട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൺ ഡേ ട്രിപ്പ് പോകാനുള്ളതേ ഉള്ളൂ, അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ കൃഷി മാത്രമേ ഉള്ളൂ കാണാനായിട്ട്, സ്റ്റേ ചെയ്താൽ നമുക്ക് അവിടെ എന്തൊക്കെ കാണാൻ പറ്റും, അങ്ങനെ ഒത്തിരി സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ളതാണ് വീഡിയോ. അപ്പോൾ ആദ്യമായിട്ട് വട്ടവടക്ക് പോകുന്നത് അല്ലെങ്കിൽ അങ്ങോട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്നത്, സ്റ്റേ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ എറണാകുളത്തുള്ളവർ, കോട്ടയത്തുള്ളവർക്കൊക്കെ മൂന്നാർ ഒരു വൺ ഡേ ട്രിപ്പായിട്ട് ഒരുപാട് പേരൊക്കെ ആയിട്ട് ബസ്സൊക്കെ വിളിച്ചിട്ട് പോകാറുണ്ട്. അപ്പോൾ അതുപോലെ അങ്ങനെ പോകുമ്പോൾ ഒന്ന് കയറി പോരാവുന്നതേ ഉള്ളൂ വട്ടവട, അവിടെ കാണാൻ വല്ലതും ഉണ്ടോ, കേട്ടിട്ടുള്ളതനുസരിച്ച് കൃഷി മാത്രമല്ലേ ഉള്ളൂ, വേറെ എന്തെങ്കിലും അവിടെ എക്സ്പീരിയൻസ് ചെയ്യാനുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. റിസോർട്ട് ബുക്ക് ചെയ്യാൻ വിളിക്കുന്നതാണ്. അങ്ങനെ ചോദിച്ച് വരുമ്പോഴാണ് റിസോർട്ടിൽ ബുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇത് ഓരോരുത്തരുടെയും താല്പര്യമൊക്കെ അനുസരിച്ചിരിക്കും കാര്യങ്ങൾ. ഇപ്പോൾ മുന്നേ ഞങ്ങൾ ഒരു ബസ്സൊക്കെ എടുത്ത് പോയിട്ടുണ്ട്, മൂന്നാർ മാത്രമാണ്. അപ്പോൾ അവിടെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൊന്നും കയറില്ല, ജസ്റ്റ് ഓരോ സ്ഥലങ്ങൾ കണ്ട് കയറി പോരും. ഈ ഷോപ്പിംഗ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അവിടെയൊക്കെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണമല്ലോ. അതൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് എല്ലാ പ്ലേസിലും കാണും, കയറും, ജസ്റ്റ് ആ ഒരു തണുപ്പൊക്കെ കൊണ്ട് തിരിച്ച് പോന്നു. അപ്പോൾ അങ്ങനെ പോകാനൊക്കെ താല്പര്യമുള്ളവർക്ക് വട്ടവട പോയി പോരാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാറിൽ നിന്ന് ഒരു 40 കിലോമീറ്റർ അപ്പുറത്താണ് വട്ടവട. അത് തന്നെയല്ല, അവിടെ നമ്മൾ ചെക്ക് പോസ്റ്റ് കടന്നിട്ട് വേണം പോകാൻ. രാവിലെ 6 മണിക്ക് തുറക്കുന്ന ചെക്ക് പോസ്റ്റ് രാത്രി 6 മണിയാകുമ്പോഴത്തേക്കും അടക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള സമയത്തിനുള്ളിൽ നമ്മൾ കയറി ഇറങ്ങി പോരണം. അല്ല, ചെക്ക് പോസ്റ്റ് അടച്ചാൽ ഇങ്ങോട്ടും പോരാൻ പറ്റില്ല, ചെക്ക് പോസ്റ്റ് അടച്ചാൽ അങ്ങോട്ട് കയറ്റി വിടയില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് ഈ ഒരു വൺ ഡേ ട്രിപ്പിന് പോസിബിൾ ആണെന്നുള്ളത്, നിങ്ങൾ എവിടെയാണോ അപ്പോൾ അവിടെ നിന്ന്, ഞാൻ പറഞ്ഞില്ലേ, മൂന്നാർ ടൗണിൽ നിന്ന് ഒരു 42 കിലോമീറ്റർ അപ്പുറത്താണ് വട്ടവട ഗ്രാമം. പിന്നെ എപ്പോഴും എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ്, അവിടെ ഈ കൃഷി കാര്യങ്ങൾ മാത്രമല്ലേ കാണാനുള്ളൂ, വേറെ എന്തെങ്കിലും ഉണ്ടോയെന്ന്. വേറെ ഒരുപാട് കാര്യങ്ങൾ അവിടെ കാണാനുണ്ട്. ഇത് കൂടാതെ കൃഷി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കേരളത്തിൽ സ്ട്രോബെറി, ക്യാരറ്റ്, ബീട്രൂട്ട്, പൊട്ടറ്റോ, അതുപോലെ വെളുത്തുള്ളി ഒക്കെ ഇത്രയും കൃഷി ചെയ്യുന്ന ഒരു സ്ഥലം എനിക്ക് തോന്നുന്നത് ഈ വട്ടവടയാണോ ഇത്ര അധികം. അതുപോലെ അത് ഓരോ കൃഷി സ്ഥലത്തും നമുക്ക് പോവാം, അത് ചെയ്യുന്ന ആൾക്കാരോട് നമുക്ക് സംസാരിക്കാം, അതിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ്, അതുപോലെ അവരുടെ സംസ്കാരം, അവരുടെ കൾച്ചർ നമ്മളിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. മലയാളികളാണെങ്കിൽ കൂടി അവർ തമിഴാണ് കൂടുതൽ സംസാരിക്കുന്നത്. അവരുടെ ആ ഒരു ജീവിത രീതി, കാര്യങ്ങൾ, അവർ കൃഷിയോടുള്ള അവരുടെ റെസ്പെക്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് സാധനങ്ങൾ ബൾക്കായിട്ടൊക്കെ വാങ്ങിച്ചിട്ട് പോരാം. സ്ട്രോബെറിയൊക്കെ നല്ല അതിൽ നിന്നൊക്കെ പറിച്ച് കഴിക്കുമ്പോൾ, ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ നമ്മുടെ കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കുക, നിങ്ങൾക്ക് എടുത്ത് കാണാവുന്നതാണ്. അപ്പോൾ കൃഷി എന്ന് പറയുന്നത് തന്നെ മേജർ ഒരു അട്രാക്ഷനാണ് വട്ടവട. ഇത് മാത്രമല്ല, വെള്ളച്ചാട്ടങ്ങളുണ്ട്, ഒരുപാട് വെള്ളച്ചാട്ടമുണ്ട്. നമ്മൾ കുറച്ചധികം മലകളുടെ നടുക്കാണ് ഈ പറയുന്ന വട്ടവട എന്ന് പറയുന്ന ഗ്രാമം നമ്മൾ ഫോട്ടോയിലൊക്കെ കാണാറുള്ളത്. ഇത് കൂടാതെ ഈ മലകളിലും ഒരുപാട് ഊരുകളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഈ മല കയറി പോകുമ്പോൾ ഒരു ജീപ്പ് സഫാരി എടുത്താൽ മതി. നമ്മളിങ്ങനെ മല കയറി പോകുമ്പോൾ അവിടെ ഫിലിംസൊക്കെ ഷൂട്ട് ചെയ്ത ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവർ നമുക്ക് പറഞ്ഞു തരും. സഫാരിയിൽ മീൻസ് ജീപ്പ് ഓടിക്കുന്നത് മിക്കവാറും ആ ഒരു ലൊക്കാലിറ്റിയിലുള്ള ആളായിരിക്കും. അപ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്ത സ്ഥലം കാണിച്ചു തരും, ഒരുപാട് വ്യൂ പോയിൻറ്റ്സ് കാണിച്ചു തരും, പലതരത്തിലുള്ള വെള്ളച്ചാട്ടങ്ങളുണ്ട്, നമുക്ക് അവിടെ പോകാം. നല്ല തണുത്ത വെള്ളമായിരിക്കും, അപ്പോൾ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന കോടമഞ്ഞും കാര്യങ്ങളും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്ത് നമുക്ക് നല്ല അടിപൊളി സ്റ്റേകളും അവിടെ അവൈലബിൾ ആണ്. പക്ഷേ ഒരു കാര്യം, സ്റ്റേ ചെയ്യാനായിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുന്ന സ്ഥലം അത് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ചില കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. നിങ്ങൾ എടുക്കാൻ പോകുന്ന റിസോർട്ടിലെ ആളുകളോട് ചോദിക്കുക, നിങ്ങളുടെ വണ്ടിക്ക് അങ്ങോട്ട് വരാൻ പറ്റും, ആ റോഡ് നല്ലതാണോ എന്ന് ചോദിക്കുക. കാരണം കോവിലൂർ സ്റ്റാൻഡ് വരേക്കും, വട്ടവട മെയിൻ സ്റ്റാൻഡ് വരേക്കും റോഡ് കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഉള്ളിലേക്കുള്ള റോഡുകളൊക്കെ വളരെ മോശമാണ്. ഞാൻ പലവട്ടം അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു തവണ ചെല്ലുമ്പോൾ ഉള്ളതിനേക്കാളും മോശമായിരിക്കും പിന്നത്തെ തവണ ചെല്ലുമ്പോൾ ഉള്ള റോഡ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇവിടെ എന്താ റോഡും കാര്യങ്ങളൊന്നും ശരിയാക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ അവിടെ ശരിയാക്കിയിട്ട് കാര്യമില്ലെന്നാണ് അവർ പറഞ്ഞത്. കാരണം അവിടെ ഈ പേപ്പർ ഉണ്ടാക്കുന്ന തടികൾ കൊണ്ടുപോകുന്ന, മരത്തിൻ്റെ തടി കൊണ്ടുപോകുന്ന വലിയ
വലിയ വണ്ടികൾ പോകും. അപ്പോൾ റോഡ് ശരിയാക്കിയാലും ഉടനെ തന്നെ അത് അങ്ങനെ തന്നെ ആവും എന്നാണ് അവർ പറഞ്ഞത്. അതുപോലെ ഈ പച്ചക്കറിയൊക്കെ എടുത്തിട്ട് എറണാകുളത്തേക്കൊക്കെ പോരുന്ന വണ്ടികളുണ്ടല്ലോ, കണ്ടിന്യൂസ്ലി ഇങ്ങനെ വണ്ടി പോകുന്നതുകൊണ്ട് അത് വലിയ വലിയ ലോറികളും കാര്യങ്ങളും പോകുന്നതുകൊണ്ടാണ് ആ വഴി അങ്ങനെ വൃത്തികേടായി കിടക്കുന്നത്, വൃത്തികേടല്ല മോശമായി കിടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള റോഡ് കഴിഞ്ഞിട്ടുള്ള റിസോർട്ടുകൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ അടുത്ത് പോകാൻ പറ്റുമോ ഇല്ലെന്നൊന്ന് നിങ്ങൾ റീതിങ്ക് ചെയ്തിട്ട് വേണം സ്റ്റേ സെലക്ട് ചെയ്യാനായിട്ട്. പിന്നെ പലപ്പോഴും നമ്മുടെ കാർ കോവിലൂർ സ്റ്റാൻഡിൽ പാർക്ക് ചെയ്തതിന് ശേഷം ജീപ്പ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തരുന്ന റിസോർട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ അപ്പോഴും പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഈ പറയുന്ന പോലെ വലിയ വണ്ടികളും പല സ്ഥലത്തു നിന്നുള്ള പല വണ്ടികളും വരുന്നതൊക്കെയാണ്. വല്ല ഒരേയോ പോറോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരോടും പോയി ചോദിക്കാനൊന്നും പറ്റില്ല. സോ അതിന് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്യാനൊക്കെ അവിടെ ഇത്തിരി പ്രശ്നമുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഞാൻ വീഡിയോൻ്റെ ആദ്യത്തിൽ ഷെയർ ചെയ്ത ഒരു മുറിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉള്ള സെറ്റപ്പായിട്ട് ഒരുപാട് ബഡ്ജറ്റൊന്നും ഇല്ലാത്ത ഒരു ചെറിയ ബഡ്ജറ്റിലൊക്കെ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ താമസിക്കാനും താല്പര്യമുണ്ടെങ്കിൽ സേഫായിട്ട്, ഈവൻ ഫാമിലി ആയിട്ടാണെങ്കിൽ നേരത്തെ പറഞ്ഞാൽ അവർ അതിനനുസരിച്ചുള്ള പ്രൈവസി സെറ്റിങ്സ് ഒക്കെ ചെയ്തു തരും. പിന്നെ കൂട്ടുകാരുടെ ഒപ്പം വന്നാലും ബാച്ചിലേഴ്സായിട്ട് വന്നാലും ഒക്കെ നമുക്ക് എന്താ പറയുക, ഒരു പ്രൈവസിയോട് കൂടിയിട്ട് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു റിസോർട്ടാണ് PK ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെത്. അവർക്ക് ഒരു പാർക്കിംഗ് ഉണ്ട്, സേഫായിട്ടുള്ള ഒരു പാർക്കിംഗ് സ്ഥലമുണ്ട്. രാത്രി അവർ ക്ലോസ് ചെയ്ത് പോവാണ്. കൂടാതെ അവിടെ സർവൈലൻസ് ഉണ്ട്, ക്യാമറയുണ്ട്, CCTV ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ സേഫായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും. ഇത് കോവിലൂർ സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നല്ല ഒരു റോഡാണുള്ളത്, അങ്ങോട്ട് എത്തിപ്പെടാനായിട്ട് ഈസിയാണ്. കാർ പാർക്കിംഗ് ഈസിയാണ്. അത്യാവശ്യം നല്ല ക്ലൈമറ്റും കാര്യങ്ങളും വ്യൂവും ഒക്കെ ഉള്ള ഒരു റിസോർട്ടാണ് PK മിസ്റ്റ് വ്യൂ. സെയിം റിസോർട്ടിൽ തന്നെയുള്ള കെയർ ടേക്കറോട് പറയുകയാണെങ്കിൽ അവർ ജീപ്പ് അറേഞ്ച് ചെയ്ത് തരും. അപ്പോൾ കോവിലൂർ സ്റ്റാൻഡിൻ്റെ അങ്ങോട്ട് മേലേക്ക് പഴന്തോട്ടം ആ ഭാഗത്തേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നല്ല ജീപ്പൊക്കെ അറേഞ്ച് ചെയ്ത് തരും. നല്ല അടിപൊളിയായിട്ട് പോയി വ്യൂ ഒക്കെ കാണാം. അവിടെ ഒരു എന്താ പറയുക, ഈ റോഡൊക്കെ ഇങ്ങനെ മോശമാണെങ്കിലും ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു കേവൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു മൂടൽ മഞ്ഞിൻ്റെ അകത്ത് ഇങ്ങനെ പൊതിഞ്ഞ് കിടക്കുന്ന കാടും നല്ല വ്യൂകളുണ്ട്. പിന്നെ ഇത് കൂടാണ്ട് കുറേ വാട്ടർഫാൾസ് ഉണ്ട്, ചെറിയ ചെറിയ തട്ടുകടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. വട്ടവടയിലൊന്ന് സ്റ്റേ ചെയ്ത് റിലാക്സ് ആയിട്ട് ഈ പറയുന്നിടത്ത് ചുറ്റി എന്തായാലും പോയതല്ലേ, അപ്പോൾ അവിടെ ഫുള്ളൊക്കെ ഒന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ PK മിസ്റ്റ് വ്യൂ തന്നെ പറയുകയാണെങ്കിൽ അവർ ക്യാമ്പ് ഫയറും അതുപോലെ ബാർബിക്യൂവിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് തരും. പാട്ടും ക്യാമ്പ് ഫയറൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കും. പിന്നെ ഇവിടെ വളരെ സേഫാണ്. ഇപ്പോൾ എൻ്റെ അനിയത്തിയും കസിൻ സിസ്റ്റർ, അവർ 2 പെൺകുട്ടികൾ എറണാകുളത്ത് ആലുവയിൽ നിന്നിട്ട് അവർ അവിടെ വരേക്കും 2 വീലറിനാണ് പോയത്. അങ്ങനെ അവിടെ പോയി 2 ദിവസം സ്റ്റേ ചെയ്തൊക്കെ നിന്നിട്ടുണ്ട്. സോ നമുക്ക് ഗേൾസ് ഒറ്റക്കാണെന്നുണ്ടെങ്കിലും 2 പേരായിട്ടാണെങ്കിലും കുറച്ചധികം ഗേൾസിനാണെങ്കിലും ഒക്കെ പോയിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. നടന്നൊക്കെ പോകാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്. അപ്പോൾ റിസോർട്ട് വേണ്ടവർ ഇവിടെ കാണുന്ന ഈ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി. പിന്നെ വട്ടവടയിലേക്ക് കാറിനോ സ്കൂട്ടറിനോ ഒക്കെ വരികയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മൂന്നാറാണ് പെട്രോൾ പമ്പ് ഉള്ളൂ. വട്ടവട ഗ്രാമത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ പെട്രോൾ പമ്പ് ഇല്ല. അപ്പോൾ അത് മൂന്നാറിൽ നിന്ന് തന്നെ ഫില്ല് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വട്ടവട ഒരു ചെറിയ ഗ്രാമമാണ്, അവിടെ പെട്രോൾ പമ്പൊന്നും ഇപ്പോൾ നിലവിൽ അവൈലബിൾ അല്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വട്ടവട ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് ആണ് നമ്മുടെ ഈ വട്ടവട ഗ്രാമം ഉള്ളത്. അപ്പോൾ ചെക്ക് പോസ്റ്റിൽ നമ്മൾ 6 മണി, രാവിലെ 6 തൊട്ട് രാത്രി 6 മണി വരെയാണ് സമയം. സോ ഇതിൻ്റെ ഇടയിലായിരിക്കണം നിങ്ങൾ അതിലൂടെ കടന്നു പോകേണ്ടത്, അതൊന്ന് ശ്രദ്ധിക്കുക. അതും ഒരു കാട്ടിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ ഇറങ്ങി നിന്ന് ഫോട്ടോ എടുക്കാതിരിക്കാനൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങി എൻജോയ് ചെയ്യാൻ അവിടെ പുൽത്തകിടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങോട്ടൊന്ന് ഇറങ്ങി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക, അവിടെ ഫൈൻ ഈടാക്കും. പിന്നെ അവിടെ വന്യമൃഗങ്ങളെ കൊണ്ട് അങ്ങനെ ഉപദ്രവമുള്ള ഏരിയ ഒന്നും അല്ലെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷേ കാട്ടുപോത്തും ഈ പറയുന്ന നമ്മൾ ആവിനെയൊക്കെ കാണാൻ ആഗ്രഹവും ഇഷ്ടമൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ രാവിലെ നിങ്ങൾക്ക് ആ കാട്ടിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കാട്ടുപോത്തും കുഞ്ഞുങ്ങളും കുടുംബവും ഒക്കെ ഉണ്ടാവും, മ്ലാവുണ്ടാവും, ഇതിനൊക്കെ കാണാനായിട്ട് പറ്റും. ഇനി അതെല്ലാം നിങ്ങൾ മടങ്ങി പോകുന്നതൊരു 6 മണിക്ക് ചെക്ക് പോസ്റ്റ് തുറക്കുമ്പോൾ ആ ഒരു സമയത്ത് സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് വേഗം ഇറങ്ങുകയാണെങ്കിൽ ഈ KSRTC ബസ്സൊക്കെ വരുന്നതിന് മുന്നേ, വണ്ടികളും തിരക്കൊക്കെ വരുന്നതിന് മുന്നേ പോയാൽ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും മൃഗങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. പിന്നെ വട്ടവടയിൽ ചെന്നാൽ ഫുഡിൻ്റെ കാര്യം അതിനെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ അടിക്കേണ്ട. എല്ലാത്തരം ഫുഡ് കിട്ടുന്ന നല്ല നല്ല ഹോട്ടലുകൾ കോവിലൂർ സ്റ്റാൻഡിൻ്റെ അടുത്തൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ATM ഇപ്പോൾ പറഞ്ഞ PK ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അടുത്ത് തൊട്ടടുത്ത് ഒരു ATM ഉണ്ട് കോവിലൂർ സ്റ്റാൻഡിൻ്റെ അടുത്ത്. ഇത് കൂടാതെ നമുക്ക് വൈഫൈയും അവൈലബിൾ ആക്കി തരും റിസോർട്ടിലുള്ളവർ. അപ്പോൾ അതല്ലെങ്കിലും നമ്മളിപ്പോൾ മലയൊക്കെ കയറി പോകുന്നുണ്ടെങ്കിൽ ജീപ്പ് സഫാരിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ക്യാഷ് എടുത്ത് പിടിക്കുന്നത് നല്ലതാണ്. ചെറിയ ചെറിയ തട്ടുകടയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെയൊന്നും ഗൂഗിൾ പേ ഒന്നും വർക്കാവാൻ ചാൻസ് ഇല്ല, റേഞ്ച് പ്രശ്നമുണ്ട്. ഈ മലയുടെ മേലെയും കാടിൻ്റെ ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ ജിയോ ആയാലും എയർടെൽ ആയാലും BSNL ആണെങ്കിലും പണി തരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പോകുമ്പോൾ തന്നെ കുറച്ച് ക്യാഷായിട്ട് കയ്യിൽ കരുതുന്നത് നല്ലതാണ്. ATM ഒക്കെ ഉണ്ട്, പക്ഷേ എങ്ങാൻ വർക്കായില്ലെങ്കിലോ, അപ്പോൾ അതുകൊണ്ട് ക്യാഷ് കരുതുന്നതാണ് സേഫ്. എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാനായിട്ട് മറക്കല്ലേ. അതിനകത്ത് ഇതിന് മുന്നേ പോയപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോസും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിസോർട്ടിനെ കുറിച്ചിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കാം കേട്ടോ. താങ്ക് യു.